ഒരു പോഷക ഘടകം തന്നെയാണ് STU എന്ന കാര്യത്തിൽ അതൊരു തർക്കമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അതിന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു രീതി മണ്ഡലം തലത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും നടത്താറുണ്ട്. കമ്മിറ്റിയിലൊക്കെ അത് പ്രകടിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, തൊഴിലാളികൾ ഒരുപാട് വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായിയാണ്. ഈ സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ എത്രമാത്രം ദുരവസ്ഥയാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും പരിപാടികളും ഒക്കെ ഇതിനകം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ട് ഒരു വലിയ സംഘശക്തി എന്നുള്ള നിലക്ക് ശക്തി തെളിയിച്ചിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന കാര്യത്തിൽ നടക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനം കൂടി ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് ചരിത്ര സംഭവമാക്കുന്ന കാര്യത്തിൽ നടക്കേണ്ട 3 ദിവസമായിട്ട് കോഴിക്കോട് വെച്ച് ആ പരിപാടി നടക്കാൻ പോവുകയാണ്. ഇവിടെ അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളോടെ സൂചിപ്പിക്കേണ്ടായി. ഒരുപാട് സ്ഥലത്തുനിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാസർ സാഹിബ് ബസ് പല സ്ഥലത്തുനിന്ന് ബുക്ക് ചെയ്ത് പറഞ്ഞു, മൊമാലി പറഞ്ഞു, താഴെക്കോട്ട് നമ്മുടെ STUവിൻ്റെ നേതാക്കൾ മറ്റേ അഷ്റഫും സുധീറും ഒക്കെ കഴിഞ്ഞ ദിവസം അവർ സംസാരിച്ചിരുന്നു. അവർ കേരളത്തിൽ ബസ്സൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് പോകാൻ വേണ്ടി ബസ്സും മറ്റു വാഹനങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രാതിനിധ്യം ഒട്ടും കുറയാത്ത രൂപത്തിൽ പ്രകടന പരിപാടിയിലാണെങ്കിലും പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കേണ്ട ആളുകളുടെ ഒക്കെ പങ്കാളിത്തം തീർച്ചയായിട്ടും അതിനുണ്ടാവണം. അത് നമുക്ക് നിർബന്ധമാണ്. ഇനി 2 മാസം 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മികവ് നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അത് മേലാറ്റൂരാണെങ്കിലും വട്ടത്തൂരാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും താഴെക്കോടാണെങ്കിലും മാലിപ്പറമ്പാണെങ്കിലും മേലക്കുളമാണെങ്കിലും പുരാമന്തോടാണെങ്കിലും നമ്മൾ ആ ശക്തി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് നിലനിർത്തി വലിയൊരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഒരു സർക്കാർ, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രഹരമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 100 തികയണമെങ്കിൽ നമ്മുടെ പെരുന്തൽമണ്ണ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം സമ്മാനിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം CPMന് 100 സീറ്റ് വിജയം കൊടുക്കാതെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ഒന്നാണ്. നേരെ കുറിച്ച് 38 വോട്ടുള്ള ആ ഒരു മണ്ഡലം CPMന് കിട്ടുമായിരുന്നെങ്കിൽ 100 സീറ്റ് അവർക്ക് തികയുമായിരുന്നു. അപ്പൊ അത് കൊടുക്കാതെ അത് പിടിച്ചു നിർത്തിയ 38 വോട്ടെങ്കിലും നൽകി പിടിച്ചു നിർത്തിയത് നമ്മളാണ്, നിങ്ങളാണ്. അപ്പൊ അത് നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി അത് കാണിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ജനാധിപത്യ ചേരിക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റം ആയിട്ട് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് മാറ്റണം. ഈ സമ്മേളനങ്ങൾ മാറ്റണം എന്നാണ് പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകൾ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള പച്ചേരി സുരയ്യ, നിങ്ങൾക്കറിയാം, നീണ്ട കാലമായിട്ട് നമ്മുടെ ഈ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മണ്ഡലം തലത്തിലൊക്കെ വലിയ ലീഡർഷിപ്പ് നൽകുന്ന പച്ചേരി ഫാറൂഖിന്റെ ഭാര്യയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ ആ രൂപത്തിൽ തന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രവർത്തകയായിട്ടാണ് മുസ്രാബി മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വല്ലാഞ്ചിറ മജീദാണ് അവിടെ ചെയർമാൻ. അപ്പോൾ അവിടെയൊക്കെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ അവർക്കൊക്കെ സാധ്യമാകുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒരു പിൻബലം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേപോലെ നസീമ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫിറോസിന്റെ ഭാര്യയാണ്. അതേപോലെ തന്നെ സെലീന, ഇവരൊക്കെ കൗൺസിലർമാരാണ്. അപ്പോൾ അവരൊക്കെ നമുക്ക് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി നമ്മുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ ധാരാളം ആളുകളുണ്ട്. മുനിസിപ്പാലിറ്റി ആകുമ്പോൾ മുനിസിപ്പൽ കൗൺസിലിലേക്ക് ആണ് മത്സരിക്കുന്നത്. പഞ്ചായത്താകുമ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്കോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ മത്സരിച്ച് വലിയ മുന്നേറ്റത്തിന് കഴിവച്ച ആളുകളുണ്ട്. അതുപോലെ സമീന ഷഫീഖ്, കോരപ്പ ഷഫീഖിന്റെ ഭാര്യയാണ്. വട്ടത്തൂർ പഞ്ചായത്തിലെ
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അവരെ ഒക്കെ ഉൾപ്പെടെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഉജ്ജ്വല വിജയം സമ്മാനിച്ച നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എല്ലാ ആളുകളെയും അതോടൊപ്പം തന്നെ ഈ വിജയത്തിന് ഭാഗമാക്കായിട്ടുള്ള ഈ കൗൺസിലേഴ്സിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആശംസകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് പെരിന്തൽമണ്ണയിലെ തൊഴിലാളി വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റണം എന്നാണ് ആദ്യാവസാനം പറയാനുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിൽ നിന്നും ഓരോ ബസ്സുകൾ നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ഇന്ന് മുതൽ അത് ചെയ്യണം. അതിനാവശ്യമായ പിന്തുണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഇടപെടൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ വഴി ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന തൊഴിലാളി സംഘടനയാണ്. ഈ സംഘടനയെ സംബന്ധിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിയ കേരളത്തിലെ ഏക തൊഴിലാളി സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന് നമുക്കൊക്കെ അഭിമാനിക്കാം. ഞാനൊക്കെ എന്നും പറയുന്നത് പോലെ കഴിഞ്ഞ 9 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലക്കാലമായി ഒരു ചുവന്ന പൊടി പൊടിച്ച ഒരു സമരം നമുക്ക് ഈ കേരളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. തൊഴിലാളികളോടുള്ള സ്നേഹം എത്രമാത്രം ഒരു വിപ്ലവ പ്രസ്ഥാനം എന്ന നിലയിൽ CPM-ന്റെ തൊഴിലാളി വിഭാഗമായ CIT ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു മൈക്ക് കിട്ടിയ തൊഴിലാളി വർഗം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഞങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന CITU അല്ലെങ്കിൽ CPM ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എത്ര സമരം നടത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. ഒട്ടനവധി പ്രതിസന്ധികൾ സംസ്ഥാന ഗവൺമെന്റിലൂടെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ നേരെ അടിച്ച് ഏൽപ്പിച്ച ഒട്ടനവധി കരിനിയമങ്ങൾ ഇന്ത്യ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാടുകളിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പോലും ഇന്ന് CITU-നും CPM-നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി സമരങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പഠിക്കൽ, രാജ്ഭവന് മുമ്പിൽ, ഒപ്പം തന്നെ ഡൽഹിയിൽ ഉൾപ്പെടെ, ഇന്ത്യയുടെ തലസ്ഥാന ഡൽഹിയിൽ ഉൾപ്പെടെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സമരങ്ങൾ, ഒട്ടനവധി സമരങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വലിയൊരു തെരഞ്ഞെടുപ്പ് നമ്മളെ മുന്നിൽ വന്ന് കഴിഞ്ഞു പോയി. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ മലപ്പുറം ജില്ലയിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ഒട്ടനവധി പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ, കഴിഞ്ഞ പെരിന്തൽമണ്ണ മണ്ഡലത്തില് CPM-ന്റെ ഉരുക്ക് കോട്ടകളായ ഏലംകുളം പഞ്ചായത്ത്, കഴിഞ്ഞ 40 കൊല്ലമായി CPM ഏകാധിപത്യ ഭരണം നടത്തിയിരുന്ന പെരിന്തൽമണ്ണ നഗരസഭ, ഇതൊക്കെ ഇന്ന് UDF-ന്റെ കൈകളിൽ വന്നു ചേർന്ന് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇനി 2 മാസം 3 മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടി കൂടിയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ഈ സംസ്ഥാന സമ്മേളനം. കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കേരളത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുന്ന ഏക പ്രസ്ഥാനം ഈ സംഘടനയാണ് എന്ന് അത് തെളിയിപ്പിക്കുന്ന വിധം നമ്മളെ അണികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു റാലിയോട് കൂടി, വലിയൊരു പൊതുസമ്മേളനത്തോടു കൂടി നടക്കാൻ പോവാണ്. അപ്പൊ അതിൽ അണി ചേർന്നുകൊണ്ട്, കണ്ണി ചേർന്നുകൊണ്ട്, അതിൽ പങ്കാളിത്തം കൊണ്ട് നമ്മുടെ പ്രാതിനിധ്യം, നമ്മുടെ പ്രദേശത്തെ നമ്മളെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്
അതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. നമ്മളെപ്പോഴെങ്കിലും ഇതേപോലെ ഒരു സമ്മേളനം വരികയാണ്, 20 കൊല്ലത്തിന് ശേഷമാണ് ഒരു സമ്മേളനം വരുന്നത്. നമ്മളെപ്പോഴെങ്കിലും ഒരു മീറ്റിംഗ് കൂടും, നമ്മൾ തൊഴിലാളികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നതൊഴിച്ചാൽ ഇതിപ്പോ ഒരു അനിവാര്യമായ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത്, പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യ സമയവും സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ഡലത്തിലെ 6 പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും നിർബന്ധമായി ബസ്സുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 500 ആളെങ്കിലും പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടാവുകയും ആ തീരുമാനം നിങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ട് പരമാവധി പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകളും അതിനാവശ്യമായ പഞ്ചായത്ത് തല യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് അതിന് സംവിധാനം ഒരുക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ തന്നെ ബസ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഈ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ബസ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബസ് ലഭ്യമാവുള്ളൂ. അപ്പൊ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നേതാക്കള് ഇവിടെ എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഗംഭീരമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും 40 കൊല്ലത്തെ CPM കോട്ട തകർത്തുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരസഭ നമ്മൾ പിടിച്ചടക്കിയിട്ടുള്ളത്. വലിയ കൂട്ടായ പ്രവർത്തനം, ഒന്നിച്ചു നിന്നാൽ പലതും നേടാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പെരിന്തൽമണ്ണ നഗരസഭ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതിനാദ്യം അഭിവാദ്യം അർപ്പിക്കേണ്ടത്, നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ MLA. നമുക്ക് ഒരുപാട് MLA-മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് MLA-മാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഒരാളുമാണ്. ആ നേതൃത്വം കൊടുത്ത സമയത്തൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് ആവശ്യമായത് സാമ്പത്തിക സഹായമാണ്. ആ സാമ്പത്തിക സഹായം നമുക്കൊരു കാലത്തും ഒരു ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ നമ്മളെ പ്രിയപ്പെട്ട MLA കഴിഞ്ഞ കുറെ കാലം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കണം, അതിനാവശ്യമായ ഫണ്ട് അദ്ദേഹം സംവിധാനം ഒരുക്കി തരും എന്ന് കാലേക്കുട്ടി തന്നെ നമ്മളോട് പറയുകയും, എന്നാൽ എല്ലാവരും പറയുന്നതാണ് എന്നാണ് നമ്മൾ കരുതിയത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒട്ടനവധി പ്രയാസങ്ങൾ ഉള്ള ഈ നഗരസഭ പാർട്ടിക്കുള്ളിൽ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു പ്രദേശം. ആ പാർട്ടിക്കുള്ളിലുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ അത് ഇരുന്ന് സംസാരിച്ച് ഒറ്റക്കെട്ടായ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട MLA-യുടെയും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ബഹുമാനപ്പെട്ട AK നാസർ മാഷൊക്കെ ഒരുപാട് അതിന് ഇടപെട്ട് ഒരു നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വലിയ തോതിൽ നമ്മുടെ ഈ റിസൾട്ടിന് വേണ്ടി മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള പ്രിയപ്പെട്ട MLA-യെ ഈ അവസരത്തിൽ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അല്ല, ആ ഒരു അനുഭവമാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. 26 ലക്ഷം രൂപ ചെലവും 14 ലക്ഷം രൂപ ചെലവുമാണ്, വരവുമാണ്. 10-12 ലക്ഷം രൂപ കടത്തിലാണ്. എന്നാലും നമ്മളെ മുന്നിൽ നിന്നുകൊണ്ട് അത് നിങ്ങൾ ചെലവഴിച്ചോ, അത് ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറയാൻ, നമ്മളെ മുന്നിൽ നിൽക്കാൻ, ആ ചെലവഴിക്കാനുള്ള ഒരു ധൈര്യം തന്നത് നമ്മുടെ MLA-ആണ്. അങ്ങനെ ഫണ്ട് ചെലവഴിച്ചതിന്റെ ഭാഗമായി നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായ ഐക്യം രൂപപ്പെടുത്തി എടുക്കുകയും CPM-ന്റെ സാധാരണ പ്രവർത്തകർ നമുക്ക് അനുകൂലമായി കഴിഞ്ഞ 40 കൊല്ലത്തെ CPM-ന്റെ ഭരണം, ആ ഭരണം ഈ നാട്ടിലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി CPM-ന്റെ ഒട്ടനവധി കോട്ടകൾ നമ്മൾ തകർത്തുകൊണ്ടാണ് 21 സീറ്റിലേക്ക് നമ്മൾ എത്തിയത്. ഒട്ടനവധി CPM-ന്റെ കോട്ടകൾ, 400 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വാർഡുകൾ, 300 വോട്ടിന് ജയിച്ച വാർഡുകൾ, അങ്ങനെ 200 വോട്ടിന് ജയിച്ച വാർഡുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ ഭരണം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 2 വില്ലേജുകളാണ്. അതിൽ പാതായിക്കാർ ഞാൻ ഉൾക്കൊള്ളുന്ന വില്ലേജ് എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടയാണ്, ഉരുക്കു കോട്ടയാണ്. ഞാനൊക്കെ CPM കോട്ടയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളുകളാണ്.
നിങ്ങളൊക്കെ ചില ലീഗ് തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളായിരുന്നു. ഞങ്ങളൊക്കെ ഏത് കാലത്തും CPM-ന്റെ ഉരുക്ക് കോട്ടയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഹരിത പതാക പിടിച്ച് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ആ പ്രദേശത്ത് ഈ പാർട്ടിയെയും തൊഴിലാളി സംഘടനയൊക്കെ നമ്മൾ ഉണ്ടാക്കി വന്നിട്ടുള്ളത്. ആ വില്ലേജിൽ ഇന്ന് 2 സീറ്റ് ഉണ്ടായിരുന്ന ആ വില്ലേജിൽ ഇന്ന് നമുക്ക് 10 സീറ്റ് നേടാൻ കഴിഞ്ഞത് ആ പാതായിക്കരയിലെ മുസ്ലിം ലീഗിന്റെ നമ്മുടെ പ്രവർത്തകരുടെ ഒത്തൊരുമിച്ചിട്ടുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ്. അതിലൂടെ ആ വില്ലേജിൽ റിസൾട്ട് എത്രമാത്രം ഉണ്ടാകുന്നു അത്രമാത്രം നമുക്ക് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ കഴിയും എന്നുള്ളതിന്റെ കഴിഞ്ഞ കാലം അനുഭവങ്ങളാണ് ആ പാതായിക്കര വില്ലേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അത് നല്ല രീതിയിൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുകയും നല്ല ഒരു സംവിധാനത്തിലേക്ക് ഭരണത്തിൽ കയറുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലം 40 കൊല്ലം ചെയ്യാത്ത ഒരു ഭരണ സംവിധാനം ഈ 5 കൊല്ലം UDF-ന്റെ നേതൃത്വത്തിൽ ആ ഭരണത്തിൽ അവിടെ ഉണ്ടെങ്കിൽ, അടിവരട്ട് പറയുന്നു 5 കൊല്ലം ആ ഭരണ സംവിധാനം നഗരസഭയുടെ തലപ്പത്തുണ്ടെങ്കിൽ 40 കൊല്ലം ചെയ്യാത്ത ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ നഗരത്തിന്റെ അടിസ്ഥാന വികസന സൗകര്യം ഒരു മാറ്റം 5 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. അതിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ വരാൻ പോകുന്ന സമ്മേളനം അതിഗംഭീരമാക്കാൻ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കമ്മിറ്റിയും ഒരു ഘടകവുമാണ് പെരിന്തൽമണ്ണ മണ്ഡലം SDU. ഏതൊരു ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എടുക്കുന്ന തീരുമാനം വളരെ നല്ല രീതിയിൽ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഏക മണ്ഡലം കമ്മിറ്റിയാണ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ഇവിടെ ഇരിക്കുക ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ മണ്ഡലം വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്. ഇവിടെ പോഷക സംഘടന ഒട്ടനവധി ഉണ്ട്. യൂത്ത് ലീഗ് ഉണ്ട്, MSF ഉണ്ട്. ആ സംഘടനകളൊക്കെ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മണ്ഡലം കമ്മിറ്റിനോട് ആ പൈസ ചോദിക്കുകയാണ്, എത്ര രൂപ ചെലവ് വരണം, അത് മണ്ഡലം കമ്മിറ്റി തരണമെന്ന് മണ്ഡലം കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചേരുന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ അവരെ ചോദ്യം ചെയ്യാൻ വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ മണ്ഡലം കമ്മിറ്റിയിൽ അവരെ ചിത്രീകരിക്കുകയാണ്. അതേസമയം സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ഒരു പരിപാടിക്കും വലിയ ഭീമമായ സംഖ്യ ചെലവഴിച്ച ഒട്ടനവധി പരിപാടികൾ, ആ പരിപാടികൾക്കൊന്നും തന്നെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയിൽ നിങ്ങൾ ഇത്ര ചെയ്തു തരണം, അത് ചെയ്തു തന്നാലേ ഞങ്ങൾ പരിപാടി നടത്തുള്ളൂ എന്ന് ഈ സമയം വരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വലിയ ഭീമമായ സംഖ്യ ചെലവ് വരികയാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മാർച്ച്, ബസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ ഇവിടുന്ന് സംഘടിപ്പിച്ചു കൊണ്ടുപോയി പ്രവർത്തകർ കൊണ്ടുപോയി ഭീമമായ സംഖ്യ അറിയാലോ. തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് ബസ് പോകണമെങ്കിൽ എത്ര രൂപ ചെലവ് വരണം. അതിന് പോലും നമ്മൾ 1 രൂപ പോലും മണ്ഡലം കമ്മിറ്റിയുടെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരായിക്കൊണ്ട് ഒരു നല്ല സംവിധാനത്തിൽ പോകുന്ന മണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. അപ്പൊ അതിന് ഞങ്ങൾക്ക് പിന്തുണയും സഹായവും ഉണ്ടാവേണ്ടത് പഞ്ചായത്ത് തലങ്ങളിൽ ബഹുമാനപ്പെട്ട മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പഞ്ചായത്ത് മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോകുന്ന പോലെ ചിലപ്പോൾ പഞ്ചായത്തിന് ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി അടിയന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വാഹനങ്ങൾ ഒരുക്കാനും അതിനാശ്വാസകരമായ രീതിയിലുള്ള ഫണ്ട് തയ്യാറാക്കി കൊടുക്കാനും അവിടുത്തെ പ്രാദേശിക പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികളെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്ന സഹായം ചെയ്തു കൊടുക്കാൻ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റി അതിൽ ഇടപെടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 5 ദിവസത്തിനുള്ളിൽ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ചേരണം. മറ്റൊന്ന്, മേലാറ്റൂർ പഞ്ചായത്തിൽ ഒരു ബസ് ആള് പോകണം നിർബന്ധമാണ്, ഇല്യാസ്. അപ്പം അതിൻ്റെ ചുമതല ഇല്യാസിനും അതുപോലെ തന്നെ ബഷീറും അതേപോലെ തങ്ങളും, ഈ 3 ആളും അതിൻ്റെ ഉത്തരവാദിത്വം കേൾക്കണം. അതുപോലെ തന്നെ ബസ് പറഞ്ഞാൽ കുട്ടി ബസ് പോകാൻ പറ്റില്ല, വലിയ ബസ് തന്നെ വേണം. ബസ് മരുന്ന് ചെറുതും. അതേപോലെ തന്നെ വട്ടത്തിൽ പഞ്ചായത്തിൽ നിന്ന് ബസ് പോകേണ്ടതുണ്ട്. അവിടെയൊക്കെയുള്ള തൊഴിലാളികളുണ്ട്. അപ്പം അതിൻ്റെ ചുമതല ആക്കാട്ട പോക്ക് കുഞ്ഞാപ്പ, അതേപോലെ ചേലക്കാട് നാപ്പു, അതുപോലെ മുത്തു, ഈ 4 പേർക്കാണ് അതിൻ്റെ ചുമതല. അതുപോലെ താഴക്കോട് പഞ്ചായത്തിൽ ഒരു ബസ് പോകേണ്ടതുണ്ട്. അതിന് അസ്രഫ് പുത്തൂര്, സുധീർ, അതുപോലെ തന്നെ ഷിഹാബ്,
ഷഫീഖ്, അതേമാതിരി കെ എൻ അസീസ്. ഞാൻ എന്താക്കണം അവർക്ക് അതിൻ്റെ ചുമതല. അവരാ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം. കാരണം എന്താ, ഇതൊക്കെ നമ്മൾ നാളെ റിപ്പോർട്ട് ചെയ്യാൻ പോകണം. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കണം പ്രധാനം. അപ്പം എന്തായാലും അവിടുന്ന് എന്തെങ്കിലും വിളിച്ചു വന്നാൽ ഈ ചുമതലപ്പെടുത്തിയ ഭാരവാഹികൾക്കായിരിക്കും എൻ്റെ ഉത്തരവാദിത്വം. അതേപോലെ ആലിപ്പറമ്പ് പഞ്ചായത്തിന് ശരിക്കും 2 ബസ് പോകണം അവിടുന്ന്. അവിടെ ഇപ്പോൾ നമ്മളെ നേതൃത്വത്തിൻ്റെ ഒരു അപര്യാപ്ത സിദ്ദീഖ് വൈദ്യര് സുഖമില്ലാതെ കിടപ്പിലാണ്. പിന്നെ ഉണ്ടായിരുന്ന കുഞ്ഞാപ്പൊക്കെ പുറത്തുമാണ്. പിന്നെ മുസ്തഫ ഉണ്ടായിരുന്നത് മോനപ്പാറ നാട്ടിലുണ്ട്. പിന്നെ മയമാലി, അതുപോലെ തന്നെ സക്കീന, അതുപോലെ തന്നെ സക്കീന, അതേമാതിരി കുട്ടൻ, ഈ മോമന് അതാ പിന്നെ അല്ല ആലിപ്പറമ്പിലാണോ താമസം. അവിടുത്തെ വാർഡ് ലീഗ് സെക്രട്ടറി, അവിടുത്തെ യൂത്ത് ലീഗ് സെക്രട്ടറി. ഈ പണി കരിക്കലത്താണ് കൊച്ചു ഗൾഫിൽ പോയി പണിക്ക്. അല്ലെങ്കിൽ അത് കേരളത്തിൽ MP കരീം മാത്രമായിരുന്നു, യാതൊരു സംശയമില്ല. എന്നിട്ടും ഓന്റെ അല്ലതും ഇതൊന്നും പറയാതെ മാന്യമായി ജീവിച്ചു പോയി. തൊഴിലാളികളുടെ ഒരു പ്രശ്നം വന്നാൽ വിളിപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു തൊഴിലാളിക്കും വിളിച്ചിട്ട് അവിടെ എത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഓനെ വിളിച്ചാൽ എന്നെ വിളിക്കും, ഞങ്ങൾ രണ്ടാളും പോകും, ഞങ്ങൾ രണ്ടാളും ഇവിടെ വിടും. നിങ്ങൾക്കറിയാലോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോഴും